എന്നാത്താൻ കേസുകൾ എന്ന സിനിമയിലെ കഥാപാത്രം സുരേഷ് ചേട്ടന്റെ കഥാപാത്രം തന്നൊരു മൈലേജ് ഉണ്ട്, അത് പ്രതീക്ഷിച്ചതായിരുന്നു? ഇല്ല, അത് അപ്പോൾ അങ്ങനെയൊന്നും ഇത്ര വലിയ ആയിട്ട് സ്വീകരിക്കുന്നൊന്നും വിചാരിച്ചില്ല. അതൊരു ക്യാരക്ടറായിരുന്നു. അതിന് ആ സിനിമ സ്വീകരിക്കുമ്പോൾ ആ ക്യാരക്ടറും ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് തോന്നിയിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടി വിചാരിച്ചതിനേക്കാളും സ്വീകരിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. നമ്മളിതിൻ്റെ മറ്റേ പീക്ക് ടൈമിലൊക്കെയാണ്. പീക്ക് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് OTT റിലീസ് ആയി കഴിഞ്ഞ് മദനോത്സവം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ആ സമയത്താണ് ഇങ്ങനെ ഒരു ആലോചന ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ ഇടയ്ക്കിങ്ങനെ മെസ്സേജൊക്കെ കമൻ്റൊക്കെ ഉണ്ടാവും, ഇവരുടെ ലൈഫ് കണ്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഒരു സ്പിൻ ഓഫ് സാധ്യത ഉണ്ട് കേട്ടോ എന്നൊക്കെ ഉള്ളത് എല്ലാവരും കൂടി സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ വൈകുന്നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി നമുക്കത് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങിയത്. ഞാനത് പെട്ടെന്ന് അങ്ങനെ പ്രൊജക്റ്റ് ആകും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ചെയ്യാം, നല്ല സാധ്യതയുള്ളതല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് സുരേഷൻ എന്ന ക്യാരക്ടർ, അത് പ്ലേ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. തുടങ്ങി പിന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും അത് അനൗൺസ് ചെയ്യാവുന്ന വിധത്തിലേക്കായിട്ടുണ്ടായിരുന്നു. ചെറിയൊരു സിനിമ എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്, പക്ഷെ വലിയൊരു സിനിമയായി. വലിയൊരു സിനിമയാണ് ഇപ്പോൾ, നാട് മൊത്തമുണ്ട്. ഞാൻ ആകെ 2-3 ക്യാരക്ടർ റോൾസ്, മറ്റേ ലെങ്തി ക്യാരക്ടർ റോൾസ് മാത്രമേ ആകെ ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ലീഡ് റോള് ചെയ്യുന്നത്. അത് പ്രാപ്പടയുടെ ഒരു ചെറിയ റോളാണ്. അതൊരു ക്യാരക്ടർ റോൾ തന്നെ പറയാൻ തോന്നും. ലീഡ് ആദ്യമായിട്ടാണ്. അതിപ്പോൾ അതെ, ഇതിലൊരു തീരുമാനമാക്കിയിട്ട് വേണം. ത്രൂ ഔട്ട് ഹ്യൂമറാണ്. അത് മറ്റേ അറിയാം, രതീഷ് പൊതുവാളിൻ്റെ ഹ്യൂമറാണ്. ഒരു ക്വർക്കി പരിപാടിയാണ്. രസമുള്ള എന്നാൽ ഇമോഷൻസ് ഉണ്ട്. പ്രേമകഥ തന്നെയാണ്. ഇവരുടെ പ്രേമത്തിൻ്റെ കാലാധിവർത്തിയായിട്ട് അതങ്ങനെ എങ്ങനെയാണ് പ്രേമം എന്നുള്ള ഒരു പരിപാടിയാണ്. സുരേഷിൻ്റെയും സുമലതയുടെയും പല കാലഘട്ടങ്ങളിൽ കാണിക്കുന്നുണ്ട്. പ്രേമമൊക്കെ ഏത് കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് കാണിക്കാനുള്ള പല വിഷ്വൽ പരിപാടികളുണ്ട്. പിന്നെ ഒരുപാട് പാട്ടുകളുണ്ട്, മ്യൂസിക്കലാണ്. അതെ, ഒരു പുതിയ അനുഭവമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കയ്യിൽ നിന്ന് ഇടാറുണ്ടോ സംഭവങ്ങൾ? അല്ല, ഇതൊക്കെ കറക്റ്റ് സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ മിന്നൽ മുരളീനാണെങ്കിൽ മറ്റേ മാറാലാഹ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് അങ്ങനെ ഇടാറുണ്ടോ? ഇല്ല, ഞാൻ ആക്ച്വലി ഡയറക്ടർമാരുടെ നടനാണ്. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഞാൻ കുറച്ച് ചെയ്തേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുന്ന അടുത്ത കാലത്തായിരിക്കും. അതുവരെ ഞാൻ ഡയറക്ടേഴ്സിൻ്റെ നടൻ തന്നെയാണ്. അപ്പോൾ അവരെന്താണോ വേണമെന്ന് അവർ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ ഡെലിവറി ചെയ്യുന്നത്. അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല അതുവരെ. പിന്നെ ആ ക്യാരക്ടേഴ്സൊക്കെ തന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ലെജൻസാണ്. അതുകൊണ്ട് അവർക്ക് അറിയാം അതെങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത്. ദിലീഷ് പോത്തനെയാണ് ആദ്യത്തെ പടത്തിൽ അഭിനയിപ്പിക്കുന്നത്. അപ്പം പുള്ളീനെ പോലെ ആക്ടേഴ്സിന് വർക്ക് ചെയ്യാൻ അറിയുന്ന ഡയറക്ടർ എൻ്റെ ഇതിൽ അതാണ് ദിലീഷ് പോത്തൻ. എനിക്ക് അങ്ങനെയാണ് ഞാൻ ദിലീഷ് പോത്തനെ വെച്ചിരിക്കുന്നത്. പിന്നെ ശ്യാം പുഷ്കറിൻ്റെ സ്ക്രിപ്റ്റാണ്. കണ്ടൻറ്റിന് അത്രയും വാല്യൂ ഉണ്ടാവും, അത് കനം ഉണ്ടാവും. അത് ശ്യാമേട്ടൻ്റെ ഏരിയയാണ്. പിന്നെ ഞാൻ ചെയ്തത് ശ്രദ്ധിക്കപ്പെട്ടതെന്ന് പറയാം, മിന്നൽ മുരളി ഉണ്ടാവും. അത് മാറാലഹയൊക്കെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന ഐറ്റം തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അത്ര ലെങ്തി ഡയലോഗൊക്കെ പ്ലേ ചെയ്യുന്നത്, അതും വലിയ സീനിയർ ആർട്ടിസ്റ്റിൻ്റെ മുമ്പിൽ. ആ സമയത്തും ഭയങ്കര പേടിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ചെറുതായിട്ട് അഭിനയിച്ചിട്ടില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ബൈജുവേട്ടനൊക്കെ ഉണ്ട് മുമ്പിൽ. ഞാൻ ഭയങ്കര പേടിച്ച് എങ്ങനെയെങ്കിലും പഠിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് എനിക്കിപ്പോഴും കാണുമ്പോൾ അറിയാം ഞാൻ വേർത്ത് കുളിച്ചിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ബേസിൽ തരുന്ന പ്രോത്സാഹനമാണ്. ഓവറായിക്കോ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഓവറൊന്നും ആവില്ല, ഓവറാക്കിക്കോ വേണമെങ്കിൽ എന്ന് പറയും. അങ്ങനെ തരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. നമുക്ക് കുറച്ച് ഓവർ ദ ടോപ്പ് ചെയ്യാം എന്നൊക്കെ തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു മീറ്റർ എല്ലാവരും റിയലിസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്ത് നിൽക്കാനാണ് ശ്രമിക്കുക. ഞാൻ കുറച്ച് ഒരു പൊടിക്കൊന്ന് കയറ്റാൻ ശ്രമിക്കാറുണ്ട്. അത്
എൻ്റെ ഒരു ശൈലിയുടെ കാര്യമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പം നോട്ട് ചെയ്യുന്നത്. എല്ലാറ്റിലും അങ്ങനെ വേണമെന്നില്ല. പിന്നെ രതീഷേട്ടൻ്റെ കൂടെ ഈ അവസാനം സുരേഷൻ സുമലതയിലൊക്കെയാണ് മദനോത്സവം, 1744 വൈറ്റ് ആൾട്ടർ, ഇതിലൊക്കെയാണ് ഞാൻ കുറച്ചും കൂടി ശ്രമിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഇതിങ്ങനെ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചത് ഇപ്പോൾ അടുത്ത കാലത്ത്. കുഴപ്പമില്ല, അത് ആൾക്കാർ തെറി പറയുന്നവരെ തുടരും, എന്നിട്ട് നിർത്തും. ഈ ടൊറൻറ്റ് സിനിമകൾ വന്നു തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഈ സിനിമയുടെ വൈവിധ്യത്തിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടായി. അല്ലെങ്കിൽ ആ ഒരേ വാർപ്പ് ശീലങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അന്ന് നമുക്ക് മറ്റേ മീശവരിയും പരിപാടിയിലേക്ക് മാത്രം ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കേരളത്തിലെ സിനിമ മൊത്തം. അതിന് മാത്രമേ തിയേറ്ററൊക്കെ നിറയുമായിരുന്നുള്ളൂ എന്നുള്ള പോലെ ഒരു അവസ്ഥ വന്നിരുന്ന സമയത്താണ് ഈ ഇങ്ങനെയുള്ള കണ്ടൻറ്റിൽ ഉപയോഗിക്കാവുന്ന ക്രാഫ്റ്റുകൾ മനസ്സിലാക്കിയിട്ടുള്ള, കുറച്ചും കൂടി പഠിച്ചിട്ട് ഈ ആർട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ടായത്. ആ ഗ്രൂപ്പാണ് ഇതിനെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. അത് എന്തായാലും സ്വാഭാവികമായിട്ട് സംഭവിക്കുമായിരുന്നു. പക്ഷെ അത് ഒരു കൂട്ടം ആൾക്കാർ കുറേ ഇതിൻ്റെ ക്രാഫ്റ്റും കളിയും പിന്നെ കയ്യിൽ നല്ല പണിത്തഴക്കവും കൈത്തഴക്കവും എല്ലാം കൂടി ആയിട്ട് വന്ന കുറച്ച് ആൾക്കാർ, അവരാണിത് മാറ്റി തുടങ്ങിയത്. പിന്നെ ഇത് മാറാതിരിക്കാൻ ഇതില്ലായിരുന്നു. ആരെങ്കിലും ഒന്ന് വെട്ടി തുറക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്രക്കും ആൾക്കാർ ബുദ്ധിമുട്ടിയിരുന്നു ആ കാലഘട്ടത്തിൽ സിനിമകളെ വെച്ചിട്ട്. ഇല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്. ഒന്ന് മാറിയിരുന്നെങ്കിൽ നമ്മുടെ സിനിമ മാത്രം എന്താ ഇങ്ങനെ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു സമയം. കാരണം അങ്ങനെ ആയിരുന്നില്ലല്ലോ നമ്മുടെ സിനിമ. നമ്മളിവിടെ മറ്റേ വേൾഡ് സിനിമകൾ എടുത്തുകൊണ്ടുണ്ടായിരുന്ന സ്ഥലമാണ്. പിന്നെ അടൂരും കെ ജി ജോർജും പത്മരാജനും ഭരതനും പിന്നെ അങ്ങനെ ഒരുപാട് സംവിധായകർ ഇവിടെ കളം നിറഞ്ഞ് കളിച്ചുകൊണ്ടായിരുന്ന സ്ഥലത്താണ് നമ്മൾ വെറുതെ ചെറിയ മാസ പടങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോയത്. അത് വേണ്ടതൊന്നും അല്ല കേട്ടോ, ഇത് വൈവിധ്യത്തിൻ്റെ കൂടെ ഉള്ളതാണ് അതൊക്കെ. പക്ഷേ ഇല്ലായിരുന്നു, ഒരു സമയം ശൂന്യതയായിരുന്നു കുറച്ച് കാലം. അതിനെ ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് അത് ഈ ക്രാഫ്റ്റ്, ഈ പണി, കണ്ടൻറ്റ്, അതിനെക്കുറിച്ചുള്ള ബോധം, ലോക സിനിമയെക്കുറിച്ചിട്ടുള്ള അറിവ്, അത് കണ്ടിട്ടുള്ള പരിചയം എല്ലാം കൂടി ഒരുമിച്ച് വരുന്നതാണ്. അത് ഇനിയും മാറും. ഇതൊന്നും അല്ല, ഇതൊക്കെ പാലമേ ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഇനിയും ഭയങ്കര ബ്രില്യൻറ്റ് സിനിമകൾ മലയാളത്തിൽ നിന്നുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അത് ഈ നമുക്കൊരു സമയം മറ്റേ പാരലൽ സിനിമകളും കൊമേഴ്സ്യൽ സിനിമകളും അങ്ങനെ ഒരു 2 ശ്രേണിയൊക്കെ, അത് ഞാനൊക്കെ സിനിമ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇത് വേറെ തന്നെ അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ആ പാലമൊക്കെ മെല്ലെ ഒന്ന് അടുപ്പിച്ചിട്ടുണ്ട്, ഒരുമിച്ചാക്കിയിട്ടുണ്ട്. അത് ഭയങ്കര പരിപാടിയാണെന്നാണ് വിചാരിക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുക, അത് ഇനിയും വലുതാവും, ഇനിയും നല്ലതാവും.